ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കിറ്റ് ലെൻസ് വെച്ച് എങ്ങനെയാണ് ഷാർപ്പായിട്ട് ഫോട്ടോ എടുക്കുക ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടാനായിട്ട്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടാനായിട്ടൊക്കെ ഒരു പ്രൈം ലെൻസ് നിങ്ങൾ മേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതും ഒരു ഡൗട്ടാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട്, കിറ്റ് ലെൻസ് എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ക്യാമറ വാങ്ങുമ്പോൾ കിട്ടുന്ന DSLR വാങ്ങുമ്പോൾ അല്ലെങ്കിൽ മിറർലെസ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ലെൻസ്. സാധാരണയായിട്ട് അതൊരു ചീപ്പ് ലെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള ഒരു വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു ലെൻസിൻ്റെ ക്വാളിറ്റിയുടെ ഒരു സ്പെക്ട്രത്തിന് ഏറ്റവും താഴെ വരുന്ന ഒരു ലെൻസായിരിക്കും സാധാരണഗതിയിൽ നമുക്ക് കിട്ടുക. യൂഷ്വലി ഒരു 18 to 55 mm വരുന്ന, അല്ലെങ്കിൽ 18 to 135 mm വരുന്ന ഒരു ലെൻസാണ് സാധാരണഗതിയിൽ ക്യാമറയുടെ ഒപ്പം കിട്ടുക, ബോഡിക്കൊപ്പം കിട്ടുക. ഒരു ചീപ്പ് ലെൻസാണ്, ക്വാളിറ്റി കുറവാണ് എന്ന് ഉണ്ടെങ്കിലൊക്കെ തന്നെ അതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെറ്റർ ക്വാളിറ്റി ഇമേജ് നമുക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനോഹരമായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഇമേജസ് എടുക്കാം എന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഇത് കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആവാനായിട്ട് സാധ്യതയുണ്ട്. എനിവേ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഫോട്ടോവാക്ക്. ക്യാമറ ആദ്യമായിട്ട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം, ആദ്യം തന്നെ കയറി ഒരു പ്രൈം ലെൻസ് മേടിക്കുക എന്നുള്ളത് ചിലപ്പോൾ അത്ര ഒരു പറ്റുന്ന കാര്യമായിരിക്കില്ല. അത്യാവശ്യം ഫോട്ടോഗ്രാഫി എന്താണെന്ന് പഠിച്ച്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നൊക്കെ പഠിച്ച്, നല്ല രീതിയിൽ ചിത്രങ്ങൾ എടുക്കാനായിട്ട് ഏതെല്ലാം സെറ്റിങ്സാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 1-1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ ആളുകൾ ഒരു പ്രൈം ലെൻസിലേക്കോ അല്ലെങ്കിൽ ഒരു ടെലിഫോട്ടോ ലെൻസിലേക്കോ ഒക്കെ പോവുക. അതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ കിറ്റ് ലെൻസിൻ്റെ കഴിവുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ കിറ്റ് ലെൻസിൻ്റെ ഡ്രോബാക്സ് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കിറ്റ് ലെൻസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം കിറ്റ് ലെൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കിറ്റ് ലെൻസിൻ്റെ നെഗറ്റീവ്സ് എന്താണ്, അതിൻ്റെ പോസിറ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോബാക്സ് എന്തെല്ലാമാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകരിക്കും, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിറ്റ് ലെൻസ് ഉപകരിക്കില്ല, ഈ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കിറ്റ് ലെൻസിന് പറയുമ്പോൾ തന്നെ അതിൻ്റെ 2 എക്സ്ട്രീംസ്, അല്ലെങ്കിൽ കിറ്റ് ലെൻസിനുള്ള ഫോക്കൽ ലെങ്തിലുള്ള 2 എക്സ്ട്രീംസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 18 mm ഫോക്കൽ ലെങ്ത് ആണ് ഒരു സാധാരണഗതിയിലുള്ള ഒരു കിറ്റ് ലെൻസിൻ്റെ ഏറ്റവും കുറഞ്ഞ ഫോക്കൽ ലെങ്ത്. അതുപോലെ തന്നെ കൂടിയ ഫോക്കൽ ലെങ്ത് 55 mm ആവാം, ചിലപ്പോൾ ഒരു 135 mm ആവാം. 2 ഫോക്കൽ ലെങ്തും ഒരുമിച്ച് വരുന്ന, അല്ലെങ്കിൽ 18 to 55, 55 to 135 mm ഒരുമിച്ച് വരുന്ന ഒരു കോംബോ ഫോക്കൽ ലെങ്തുള്ള ലെൻസുകളും ചില ബ്രാൻഡുകൾ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ സോണി, കാനോൺ ഒക്കെ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലെൻസ്, കിറ്റ് ലെൻസ്, നിക്കോണിൻ്റെ എൻ്റെ ക്യാമറ വാങ്ങിയപ്പോൾ കിട്ടിയ ലെൻസാണ്. കിറ്റ് ലെൻസ് 18 to 55 mm വരുന്ന ഫോക്കൽ ലെങ്തുള്ള, അല്ലെങ്കിൽ 18 to 55 mm വരുന്ന ഫോക്കൽ ലെങ്തുള്ള ഒരു ലെൻസാണ്. കൂടുതൽ ആളുകളുടെ കയ്യിലും ഈ ഒരു ഫോക്കൽ ലെങ്തിലുള്ള ലെൻസുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഈ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഷാർപ്പ് ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ ഷാർപ്പ് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് നമ്മൾ പറയുന്നത്. കിറ്റ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മനസ്സിലാകുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ അപ്പർച്ചർ സെറ്റിങ്സ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇതിൻ്റെ അപ്പർച്ചർ സെറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ആയിട്ടുള്ള അപ്പർച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് കൂടുന്ന ഒരു അപ്പർച്ചർ ആയിരിക്കും സാധാരണഗതിയിലുള്ള ഒരു കിറ്റ് ലെൻസിൽ ഉണ്ടാവുക. എൻ്റെ ഇരിക്കുന്ന ഈ കിറ്റ് ലെൻസിൽ, നമ്മുടെ എല്ലാവരും കിറ്റ് ലെൻസിൽ അത് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. 18 to 55 mm 1:3.5 to 5.6G, അതായത് 18 mm 3.5 ആണ് അതിൻ്റെ അപ്പർച്ചർ വാല്യൂ, അല്ലെങ്കിൽ എഫ് സ്റ്റോപ്പ് എങ്കിൽ 55 mm നമ്മൾ സൂം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 55 mm നമ്മൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റുമ്പോൾ അപ്പർച്ചർ വാല്യൂ 5.6 ആവുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു പ്രൈം ലെൻസിൽ കിട്ടുന്ന ഒരു അപ്പർച്ചർ വാല്യൂ, അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു ക്വാളിറ്റി, അതിൽ കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ, ഡെപ്ത് ഒന്നും നമുക്ക് കിറ്റ് ലെൻസിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഫോട്ടോഗ്രാഫിക്കും നമുക്ക് കിറ്റ് ലെൻസ് ഉപകരിക്കും. ഒരു വൈഡ് ആംഗിൾ ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി, ഫോർ എക്സാമ്പിൾ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ചിത്രം എടുക്കുക, അതുപോലെ തന്നെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ഒരു ടൈപ്പ് ഓഫ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ഒരു ലിമിറ്റ് വരെ, എല്ലാം എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി,
ദെൻ ഒരു പരിധി വരെ സൂം ടെലിഫോട്ടോ ലെൻസ് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ, അത്യാവശ്യം ക്ലോസ് പോകേണ്ട ഒരു സാഹചര്യങ്ങളിൽ, ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് നമ്മുടെ കിറ്റ് ലെൻസ് യൂസ് ചെയ്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ചിത്രങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഷാർപ്പ് ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പർച്ചർ സെറ്റിംഗ് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഫോക്കൽ ലെങ്ത് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ 18-55 mm ലെൻസ് ആണെങ്കിൽ നോർമലി 3.5 to 5.6 വരെ ആയിരിക്കും അതിൻ്റെ ഒരു അപ്പർച്ചർ വാല്യൂ. 3.5 to 5.6 വരെ ആയിരിക്കും അതിൻ്റെ ഒരു അപ്പർച്ചർ വാല്യൂ കാണിക്കുക. ഒരിക്കലും കിറ്റ് ലെൻസിൻ്റെ മാത്രമല്ല ഏതൊരു ലെൻസിൻ്റെ ആയാലും എക്സ്ട്രീം ആയിട്ടുള്ള അപ്പർച്ചർ വാല്യൂയിലേക്ക് പോകാണ്ടിരിക്കുക. അല്ലെങ്കിൽ മാക്സിമം അപ്പർച്ചറിലിട്ട് ഷൂട്ട് ചെയ്യുക, മിനിമം അപ്പർച്ചറിലിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കിറ്റ് ലെൻസിൻ്റെ 3.5 അപ്പർച്ചറിലിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഒരു വിഗ്നേറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇമേജ് ഡിസ്റ്റോർഷനൊക്കെ കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഇമേജസ് കിട്ടുന്നതിന് F8 to 11 അല്ലെങ്കിൽ F7 to 11 നോർമലി ആളുകൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അപ്പർച്ചർ സെറ്റിങ്ങിൽ നമുക്ക് ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് കിട്ടും എന്ന് പറയാറുണ്ട്. ഒരു പരിധി വരെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഈ ലെൻസ് കൊണ്ട് കഴിയും എന്നുള്ളതാണ്. ഒരു പ്രൈം ലെൻസിൻ്റെ അത്രയും ഒരു ഡെപ്ത് കിട്ടില്ല, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ബൊക്കെ നമുക്ക് ഈ ഒരു ലെൻസിൽ കിട്ടില്ല. എങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് കിട്ടുന്നു. കിറ്റ് ലെൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുക അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിലുള്ള ബൊക്കെ ഒരു ഡെപ്ത് കിട്ടുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക. മറ്റൊരു ടെക്നിക്ക് ഒരു കൂടിയ ഷട്ടർ സ്പീഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കൂടിയത് എന്ന് ഞാൻ പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1/120 എബോവ് ഷട്ടർ സ്പീഡ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യേണ്ടതുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലഡ് അല്ലാതെ ഷാർപ്പായിട്ടുള്ള ഇമേജസ് ഈ ഒരു ഷട്ടർ സ്പീഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കിറ്റ് ലെൻസിൻ്റെ മറ്റൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മിക്ക കിറ്റ് ലെൻസുകളിലും വൈബ്രേഷൻ റിഡക്ഷൻ അല്ലെങ്കിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൂടി ക്യാമറ നിർമ്മാതാക്കൾ, ലെൻസ് നിർമ്മാതാക്കൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് ട്രൈപോഡ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ ഒരു റിമോട്ട് ട്രിഗർ അല്ലെങ്കിൽ റിമോട്ട് ഞെക്കി ഷട്ടർ റിലീസ് ചെയ്യുന്ന ഒരു ഡിവൈസ് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് ആമസോണിലോ അല്ലെങ്കിൽ എന്താ പറയുക ഫ്ലിപ്കാർട്ടിലൊക്കെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ് റിമോട്ട് ട്രിഗർ. ഒരു ഇമേജിൻ്റെ എക്സ്പോഷർ, അതുപോലെ തന്നെ വൈറ്റ് ബാലൻസ് തുടങ്ങി ഫോക്കസ് ഒഴിച്ച് ബാക്കിയുള്ള ചില കാര്യങ്ങൾ എല്ലാം നമുക്ക് പോസ്റ്റ് പ്രോസസ്സിങ്ങിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ റോ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ജെപെഗിൽ നിന്ന് മാറ്റി റോ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, അല്ലെങ്കിൽ മറ്റൊരു ട്രിക്കാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം പറയുകയാണ്. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തപ്പോൾ ചെയ്യാൻ മറന്നുപോയൊരു കാര്യം, ഒരു മാക്രോ ഫോട്ടോഗ്രാഫിക്ക് ഈ ഒരു ലെൻസ് എന്തുകൊണ്ട് യോജിക്കും എന്നുള്ളതാണ്. ഒരു എക്സ്ട്രീം മാക്രോ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മാക്രോ ഫോട്ടോഗ്രാഫി അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മാക്രോ ഫോട്ടോഗ്രാഫി എങ്ങനെയാണ് ചെയ്യേണ്ടത്, കിറ്റ് ലെൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, ഒരു മിനിമൽ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസിങ് ഡിസ്റ്റൻസ് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഈ ഒരു ലെൻസിൻ്റെ ഏതാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ സബ്ജക്റ്റ് ഒരു 20-25 സെൻറ്റിമീറ്റർ അകലെ മാത്രമാണ്. അത്രയും അടുത്താണ് ഇരിക്കുന്നത്. അത്രയും അടുത്തുള്ള ഒരു ഡിസ്റ്റൻസിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഷാർപ്പ് ഫോക്കസ് കിട്ടും എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആസ് എ കൺക്ലൂഷൻ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം. ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കിറ്റ് ലെൻസ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷാർപ്പ് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വാക്ക്.